ബാക്ക് ടു ഡ്രീംലി ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ആൻവിൻ്റെ പൗച്ച്. ആൻവി നീല കളറാണ് എടുത്തത്. അല്ല, നീല കളറല്ല, നീല കളറ് ആദ്യം സെലക്ട് ചെയ്തിട്ട് പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് റെഡ് കളറാണ് എടുത്തത്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പെൻ കളക്ഷനിലേക്ക് പോയി. പെന്ന് കുറേ ഉണ്ടായിരുന്നു, ജെൽ പെന്നൊക്കെ ഉണ്ടായിരുന്നു. ജെൽ പെന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ജെൽ പെൻ ഇഷ്ടമല്ല, ലീക്ക് അടിക്കും വേഗം. അതുകൊണ്ട് ഞാൻ ടിക് ടിക് പെന്നാണ് എടുത്തത്. അപ്പം നെക്സ്റ്റ് നമ്മൾ കുറേ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ആൻവി പറഞ്ഞത് എനിക്ക് ബോക്സ് മതി എന്നാണ്, പിന്നെ പറഞ്ഞു പൗച്ച് മതിയെന്ന്. ഞാനൊരു ക്ലാസിക് വൈബുള്ളൊരു ലാബലാണ് എടുത്തത്. ആൻവി നെറൂട്ടോൻ്റെ ഒരു ലാബലാണ് എടുത്തത്. അപ്പം ബാക്കിയൊക്കെ ഡോറ ബുജ്ജി, മിക്കി മൗസ് അങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ക്ലാസിക് എടുത്തു. പിന്നെയെന്ന് വെച്ചാൽ അവിടെ കുറേ A4 ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. A4 ഷീറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒന്നെടുത്തു. ഇനി എന്തായാലും ആവശ്യം വരും കുറേ. അപ്പം ഓരോന്നായിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് അപ്പാടുള്ള വാങ്ങിക്കുന്നതല്ലേ നല്ലത്. അപ്പം 500 എണ്ണം ഉണ്ടായിരുന്നു അതിൽ തന്നെ. പിന്നെ നമ്മൾ ബോട്ടിലേക്കാണ് പോയത്. ബോട്ടിൽ എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു, പിങ്ക് കളറുള്ള. പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തു, ഒരു ബ്രഷ് പെൻ എടുത്തു. ബ്രഷ് പെന്നൊക്കെ എനിക്ക് ഇത് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഒരു ടയറിൻ്റെ ഷേപ്പുള്ള ഇറേസറൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സ്കൂളിൽ കൊണ്ടുപോകാൻ വിടൂല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാം പൊളിച്ചു നോക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി ആയിരുന്നു ഫസ്റ്റ് തന്നെ. അത് വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ കടയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്, പക്ഷെ നല്ല കട്ടിക്ക് വരച്ചിട്ടുണ്ട്, മയക്കമില്ല. ഇതാണ് ആൻവിൻ്റെ ബാഗ് ഗൈസ്. ഒരു സ്പൈഡർമാൻ തീമിലാണ് അവൻ വാങ്ങിച്ചത് തന്നെയാണ്, സ്പൈഡർമാൻ തീമിൽ. അപ്പം എത്ര കള്ളിയുണ്ട് അതിൽ? 7 കള്ളി. അപ്പം അവന് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി, നല്ല ബാഗായിരുന്നു, നല്ല വലിയ ബാഗായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെയും വലിയ ബാഗാണ്. അപ്പം എൻ്റെ വലിയ ബാഗാണ്. 6 കള്ളി ഉണ്ടായിരുന്നു. ഉള്ളിൽ കള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. 2 ചെറിയ കള്ളിയും 5 വലിയ കള്ളിയുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഒരു ബാഗ് തന്നെ എനിക്ക് കിട്ടി. നെക്സ്റ്റ് പിന്നെ നമ്മുടെ സ്കെച്ചൊക്കെ ആയിരുന്നു. സ്കെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഹൈലൈറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. ബ്രഷ് പെന്നായിട്ട് വേഗം ഹൈലൈറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ പെന്ന്, ഇതാണ് ടിക് ടിക് പെന്ന്. നല്ല പല കളർഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് കുറച്ച് വലുതാണ് എടുത്തത്, എന്തായാലും വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ സ്കെയിൽ, ഞാൻ സാധാരണ സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലാണ് വാങ്ങിക്കാറ്, പക്ഷെ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് സ്റ്റീലിൻ്റെ സ്കെയിൽ വാങ്ങിച്ചെന്നേ ഉള്ളൂ. എനിക്ക് പക്ഷെ നല്ല മൂർച്ച ഉണ്ടായിരുന്നു, എല്ലാം മുറിയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വലിയ ഇറേസർ വാങ്ങിച്ചു, ഒരു ക്രയോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ആൻവിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ലാബിൽ, അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായത് കുറേ ഉണ്ടായിരുന്നു, 5-6 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇതായിരുന്നു, പക്ഷെ അത് ചെറുതാണ് ഗൈസ്. പിന്നെ ആൻവിൻ്റെ നെറൂട്ടോൻ്റെ ലാബിൽ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്തായാലും എത്തില്ല എന്ന് മനസ്സിലായപ്പം 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ആൻവീൻ്റെ കുപ്പി, ഇതും ഒരു സ്പൈഡർമാൻ തീമിൽ തന്നെയാണ്. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ അവന് ഒരു ഇഷ്ടമായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. സ്ട്രോക്ക് ഉള്ള ഒരു തീമിലുള്ള കുപ്പിയാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇത് ആൻവിൻ്റെ പൗച്ചാണ്. ഇതും സ്പൈഡർമാൻ തീമിലല്ലെങ്കിലും
റെഡ് കളർ ഉണ്ടായിരുന്നു. റെഡ് കളർ അതിൽ ചെറുങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ 2 കള്ളിയൊക്കെ ഉണ്ട്. 2 കള്ളി നല്ല വലിപ്പമുള്ളൊരു ഇത് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ പൗച്ചാണ്. ഇത് ഞാൻ അമ്മമ്മ വാങ്ങിച്ചു തന്നതാണ്, അവിടുന്ന് വാങ്ങിച്ചതല്ല. ഇത് വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തൊരു വിൻറ്റേജ് വൈബാണ്. പിന്നെ ഇതാണ് എൻ്റെ കുപ്പി, ഒരു പിങ്ക് കളറിലെ കുപ്പിയാണ്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചൂടുവെള്ളം, അധികം നല്ല ചൂടുവെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല. നല്ലൊരു കുപ്പി തന്നെയാണ്. ഞാൻ അങ്ങനെ കുറേയൊന്നും വെള്ളം കുടിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബോണ്ട് പേപ്പർ, അത് ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ എണ്ണം കാണില്ല. എല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെ അനിയൻ കൊണ്ടുപോയിട്ട് എല്ലാം പെയിൻ്റ് എടുത്തിട്ട് അടിക്കും. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ പ്രിൻസിൻ്റെ മോനെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.